മുബഷീർ, ഇതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഈ പാതയുടെ പണി പൂർണ്ണമായും പൂർത്തിയായതല്ലേ? അതിന്റെ ആ വിള്ളലിന്റെ അതിലേക്ക് നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഇപ്പോൾ കൃത്യമായി കാട്ടിത്തരുന്നുണ്ട്. ആ ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതത്തിന്റെ സാന്ദ്രതയടക്കം ഇങ്ങനെയാണോ ഒരു റോഡ് പണിയേണ്ടത് എന്ന് ആരും ചോദിച്ചു പോകുന്ന രീതിയിലാണ്. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള വയലിൽ വിള്ളൽ നമ്മൾ കാണുന്നു, ഈ റോഡിൽ വിള്ളൽ കാണുന്നു. അപ്പോൾ അതിലെ മിക്സിംഗിൽ മുതൽ പ്രശ്നങ്ങളുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് മുബഷീർ? തീർച്ചയായും ഇത് റോഡിന്റെ ഉദ്ഘാടനം ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല, പക്ഷെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഒന്നാം തീയതി ഉദ്ഘാടനമാണ്. അതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് തിരക്കിട്ട പണിയാണ്. നാട്ടുകാർ പറയുന്നത് കേൾക്കണം സുജയ. അതായത് 1-ാം തീയതി ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനുവേണ്ടിയുള്ള തിരക്കിട്ട ജോലികൾ ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്തു കൂടി വാഹനങ്ങൾ കടന്നു പോകാൻ തുറന്നു കൊടുത്തു. അതെ. അതായത് അപകടം ഉണ്ടാകുന്ന സമയത്ത് ഒരു ഭാഗത്തു കൂടി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നത്, തൃശ്ശൂർ ഭാഗത്തേക്കും ഇങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തേക്കും. അതെ, അതായത് ഇപ്പോൾ ഇവിടെ ഈ കുളപ്പുറത്ത് ഇവിടെ ദേശീയപാത പരപ്പനങ്ങാടി അരീക്കോട് ദേശീയപാത ഇവിടെ കുളപ്പുറം ജംഗ്ഷനിൽ അവിടെ ഒരു പാലത്തിന് വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു കൂട്ടായ്മ സമരസമിതി പറഞ്ഞ കൂട്ടായ്മ ഇവിടെ കുളപ്പുറം സമരസമിതി എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിന് ശക്തമായ കേസ് ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊടുക്കുകയാണ്. ഏകദേശം 8 മാസത്തോളം അവിടെ സ്റ്റേ വന്നിരുന്നു. 8 മാസത്തോളം അവിടെ സ്റ്റേ വന്നിരുന്നു. ഇപ്പോൾ ആ സ്റ്റേ നീങ്ങിയ ശേഷമാണ് അവർ തകൃതിയായിട്ട് ഇവിടെ പണി സ്പീഡിൽ നടന്നത്. അതായത് സുജയ, ഈ പ്രശ്നം, അതായത് അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ നാട്ടുകാർ പരാതി ചൂണ്ടിക്കാണിച്ചിട്ടും വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണം ഇതുമായി ബന്ധപ്പെട്ട കരാർ ജീവനക്കാർ തുടർന്നു എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഷഫീഖ് ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ നമുക്ക് കാണാം. അതായത് മുബഷീർ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ റോഡ് ഉപയോഗിക്കുന്നതിനായി തുറന്നു കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ ഭാരപരിശോധനയും ഒക്കെ നടത്താറുള്ളതാണല്ലോ. അങ്ങനെയുള്ള പരിശോധനകളൊന്നും നടന്നില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? ഇനിയിപ്പോൾ ഭൂചലനം ഉണ്ടായതാണ്, അങ്ങനെയുള്ള ന്യായങ്ങൾ എന്തെങ്കിലും വരുമോ? സ്വാഭാവികമായിട്ടും ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടന കർമ്മം ഉൾപ്പെടെ കഴിയാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ഭാരപരിശോധനകൾ ഒരു വലിയ റോഡ് തുറന്നു കൊടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അത്തരത്തിലുള്ള പരിശോധനകളൊന്നും തന്നെ നടത്തിയിട്ടുണ്ടാകില്ല ഇവിടെ. തീർച്ചയായിട്ടും നടത്തിയിട്ടില്ല. ടാറിങ് കഴിഞ്ഞ ഉടനെ വണ്ടിയും കയറ്റി വിടുകയാണ്. ടാറിങ് കഴിഞ്ഞ് ഒരു ഭാഗത്ത് കുറച്ചും കഴിഞ്ഞാൽ അവർ വണ്ടിയും കയറ്റി വിടുകയാണ്. മുബഷീർ, ഇപ്പോൾ ആ വഴിയിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടല്ലോ. മുബഷീർ, വഴിയിൽ കുറച്ച് പേര് ഇരിക്കുന്നല്ലോ. പല പ്രാവശ്യം KNRCയോട് ബന്ധപ്പെട്ടിട്ടും അവരുടെ അതെ സുജയ, ഇവിടെ ഇപ്പോൾ അതായത് പാലത്തിന്റെ മുകളിലാണ് നമ്മളുള്ളത്. താഴ്ഭാഗത്ത് നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധം കാണുന്നു. നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച സ്വാഭാവികമായിട്ടും അവരുടെ ജീവനും അവരുടെ ജീവിത സാഹചര്യത്തിന് വലിയ ഭീഷണി ഉണ്ടാക്കുന്ന പ്രദേശം, അതുമായി ബന്ധപ്പെട്ട നിർമ്മാണം, അത് ഉയർത്തിക്കൊണ്ട് തന്നെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് കുരിയാടിൽ നിന്നുമുള്ളത്. നേരത്തെ തന്നെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് പറഞ്ഞിട്ടും റോഡിൽ വിള്ളൽ രൂപപ്പെടുന്നുണ്ടെന്ന് ആവർത്തിച്ച് നാട്ടുകാർ പറഞ്ഞിട്ടും ഒരു തരത്തിലും നടപടി സ്വീകരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ അതോറിറ്റി കരാർ ജീവനക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഈ റോഡ് ഇതുപോലെ പൊളിഞ്ഞു കിടന്നിട്ട് ഈ കരാറെടുത്ത ആരെങ്കിലും അങ്ങോട്ടെങ്കിലും വന്നിട്ടെങ്കിലും ഉണ്ടോ മുബഷീർ? സുജയ, ഏറ്റവും കൗതുകം ഉണർത്തുന്ന കാഴ്ച നമ്മൾ കാണേണ്ടതുണ്ട്. ഷഫീഖ് അങ്ങോട്ടേക്ക് തിരിച്ചാൽ കാണാം. ഈ പ്രശ്നം, ഇത്ര വലിയ അപകടം ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടും അത് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ കരാർ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ടേക്ക് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള നിർമ്മാണ തൊഴിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാഴ്ചയിൽ കാണാം. JCB കൊണ്ട് മണ്ണ് മാറ്റുന്ന കാഴ്ച. അപ്പോൾ ആരാണ് ഇവർക്ക് ഇത്രത്തോളം നിഷ്ക്രിയമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതെന്ന വളരെ പ്രസക്തമായ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. വിശേഷം ഒരു ഭാഗത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട്. ഈ മേഖലയിലൂടെ വാഹനങ്ങൾ കടന്നു പോകരുതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. സുരക്ഷാ ഭീഷണിയൊന്നും പറയുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് കരാർ നിർമ്മാണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ JCB കൊണ്ടുള്ള പ്രവർത്തനം, അത് അത്രത്തോളം അപകട ഭീഷണി ഉയർത്തുന്ന മേഖലയായതുകൂടി നമ്മൾ അധികൃതരുടെ മുന്നിലേക്ക് ഈ ദൃശ്യങ്ങൾ വെക്കുകയാണ്. റോഡ് പണിത് പൂർത്തിയാക്കി അതിൽ വെളുത്ത വരയും വരച്ചു കഴിഞ്ഞ് സ്മാർട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിനപ്പുറം പണിക്കിടയിൽ ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ, അതുപോലെ നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ, അവിടെ തൊട്ടപ്പുറത്തുള്ള വയലടക്കം വിണ്ട് കീറി കിടക്കുന്നു. അതിന് സമാന്തരമായുള്ള സർവീസ് റോഡും വിണ്ട് കീറി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണോ നിർമ്മാണം എന്നതടക്കം പരിശോധിക്കേണ്ടതാണ്. അത് നോക്കാതെ മറുഭാഗത്ത് അതേ റോഡിന്റെ സർവീസ് റോഡിന്റെ ബാക്കി ഭാഗവും കൂടി പൂർത്തിയാക്കി 1-ാം തീയതി ഉദ്ഘാടിക്കാനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ മതിലിടിഞ്ഞു വീണ് സർവീസ് റോഡിൽ വിള്ളൽ ഉണ്ടാകുന്നത് ഈ ദേശീയപാതയുടെ ഭാഗമാണ്. അത് നാട്ടുകാർ പറയുന്നത്, ഈ കൂരിയാട്ടുള്ള നാട്ടുകാർ പറയുന്നത് ഒന്ന് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ മുബഷീർ? തീർച്ചയായും സുജയ പാർവതി, നാട്ടുകാർ പറയുന്നതൊന്ന് കേട്ടിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഇന്നിവിടെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. നാട്ടുകാരുടെ ഇടപെടൽ മൂലം തന്നെയാണ് ഇന്നിപ്പോൾ വാഹനത്തിന് മുകളിലേക്ക് ഇത്രയധികം ഭാരമുള്ള കോൺക്രീറ്റ് കട്ടകൾ വീണിട്ടും
ജീവൻ അപായമൊന്നും പെടാത്ത രീതിയിലുള്ള സംഭവമായി ഇത് മാറിയത് എന്നുള്ളതാണ്. അവർ തുടർച്ചയായി ഇത് പറഞ്ഞിട്ടും എന്തുകൊണ്ട് അധികൃതർ അത് പരിഗണിച്ചില്ല എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. അത്രത്തോളം നിഷ്ക്രിയമാണ് ഇവരുടെ സംവിധാനം എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ അടിവരയിടുന്നുണ്ട്. ഈ ഒരു അപകടം സംഭവിച്ചിട്ടും നാട്ടുകാർ അങ്ങോട്ടേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടും JCB ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും ആ ഒരു മേഖലയിൽ നിന്ന് മണ്ണ് മാറ്റാനുള്ള ശ്രമം നടത്തുന്നു, നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നു. ഇനി വീണ്ടും ഒരു അപകടമുണ്ടായാൽ എന്താണ് ചെയ്യുക എന്നൊരു ചോദ്യം നാട്ടുകാർ ഉന്നയിക്കുന്നതിനിടയിൽ നിർമ്മാണ പ്രവൃത്തിയുമായി കരാർ നിർമ്മാണ തൊഴിലാളികൾ മുന്നോട്ട് പോകുന്ന അത്യധികം ദയനീയമായിട്ടുള്ള കാഴ്ചയാണ്. ഒരു ഭാഗത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് 2-3 ആളുകൾ അവിടെ പോയി നിർമ്മാണം നിർത്തിവെക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് JCB ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റോഡിൽ ഇപ്പോഴും വിള്ളലുകൾ രൂപപ്പെടുമ്പോൾ പല മേഖലകളിൽ സമാനമായ രീതിയിലുള്ള അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. താരതമ്യേന ബലം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം തന്നെയാണ് ഈ മേഖലയിൽ നടന്നിരിക്കുന്ന ദൃശ്യങ്ങൾ അടിവരയിടുന്നുണ്ട് സുജയ പാർവതി.